ഭൗമിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്നത്, ശരീരത്തിൽ നിന്ന് ജനിച്ചത് ശരീരവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നീ പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ചാൽ നീ പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങളുള്ളവനും നീ ജീവൻ നൽകുന്നവനുമായി മാറും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഒന്ന് പരിശോധിക്കണേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ അപരനും മരണമാണോ ജീവനാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. നിന്റെ കുടുംബത്തിൽ നീ പറയുന്ന വാക്കുകൾ നിന്റെ കുടുംബത്തിൽ മരണമാണോ കൊണ്ടുവരുന്നത് ജീവനാണോ കൊണ്ടുവരുന്നത്? നീ അയക്കുന്ന മെസ്സേജുകൾ കൊണ്ടുവരുന്നത് മരണമാണോ ജീവനാണോ പരിശോധിക്കണം. നീ ജീവൻ കൊണ്ടുവരുന്നവനാണെങ്കിൽ ഹല്ലേലൂയ, നീ ആത്മാവിൽ നിന്ന് പിറന്നവനാണ്. അപരനിൽ സങ്കടവും ദുഃഖവും അസ്വസ്ഥതയും കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ നീ ഇപ്പോഴും ആ ഭൗമിക മനുഷ്യനാണ്. മാംസത്തിൽ നിന്ന് പിറന്ന് മാംസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കൊണ്ടുവരുന്നത് വിഘടനമാണെങ്കിൽ, വിഭാഗീയതയാണെങ്കിൽ, വിഭജനമാണെങ്കിൽ നീ ഭൗമിക മനുഷ്യനാണ്. നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ അല്ലേ, സെർച്ച് ഹിസ്റ്ററി മുഴുവൻ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം, പുതിയ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൗമിക മനുഷ്യൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ കാര്യം. നീ ആത്മീയ മനുഷ്യനായി നിന്നെ മാറ്റുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അച്ഛൻ പെട്ടെന്ന്